ആദ്യം തൊട്ട് ചോദിക്കും. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മേനെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി കാണിച്ചിട്ടുണ്ട്, ജില്ലാ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചു. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച DNC ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യൻ ഡോക്ടറെ സെപ്പറേറ്റ് കാണിക്കാനൊന്നും സുഷ്മിത ഡോക്ടർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഏത് ജില്ലാ ഹോസ്പിറ്റലത്തെ ഡോക്ടർ കേട്ടോ. ഓരോ ഹോസ്പിറ്റലിന് ഓരോ ഇതായിരിക്കും എന്ന് വിചാരിക്കണു. ഇവിടെ അങ്ങനെയൊന്നും ഫോർമാലിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പം അമ്മ രാവിലെ തന്നെ ഹോസ്പിറ്റലിലാണ്. സുരേഖാൻ്റെയാണ് കേട്ടോ അമ്മയുടെ കൂടെ നിൽക്കണത്. ഇവനാണെങ്കിൽ എപ്പോഴും വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. കുട്ടികളുണ്ടെങ്കിൽ എളുപ്പം നല്ലോളൂ. ഹോസ്പിറ്റലിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെയൊക്കെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ദൈവം പോലെ സുരേഖാൻ്റി വരാമെന്ന് പറഞ്ഞത് കേട്ടോ. കാര്യം ആൻറ്റിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നിന്നു കേട്ടോ. ആൻറ്റി എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. എൻ്റെ അച്ഛന് 2 പെങ്ങന്മാരാ, സുരേഖാൻ്റി, സുജി ആൻറ്റി. അരുൺ സ്മോക്കി എന്നൊക്കെ പറയാറില്ലേ, അവൻ്റെ അമ്മയാണ് കേട്ടോ. ഏറ്റവും താഴെയുള്ള പെങ്ങളച്ഛൻ്റെ. എൻ്റെ അച്ഛമ്മയ്ക്ക് 5 മക്കളാണ് കേട്ടോ. മൂത്ത വല്യച്ഛനാണ് ഈ നിൽക്കണത്. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ വല്യച്ഛനാണ് അന്നൊരു ദിവസം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ എൻ്റെ അച്ഛൻ, സുരേഖാൻ്റി 4ാമത്തെ, സുജി ആൻറ്റി 5ാമത്തെ. അങ്ങനെ എൻ്റെ വീട്ടിൽ നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ കാരണം അവന് ബോറടിക്കണു. വീട്ടിൽ ഉള്ളിലടങ്ങിയിരിക്കണില്ല. പുറത്ത് സൈക്കിളും ചവിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് തൊയിരക്കേടായപ്പോൾ ഞാൻ വലിയേശൻ്റെ അവിടെ വിളിച്ച് ചോദിച്ചു കേട്ടോ, പിള്ളേര് വന്നിട്ടുണ്ടോന്ന്. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് പോകുന്നത്. ആദ്യം തൊട്ട് ചോദിക്കും. ABCDയിലെ ചോദ്യം വൈ. പിന്നെ ആഴ്ചയില് ഏറ്റവും വിലയുള്ള ദിവസം വെള്ളി. ഭാര്യക്ക് കേൾക്കുമ്പോ ഭർത്താവിനോട് ദേഷ്യം, ഭർത്താവിന് കേൾക്കുമ്പോ ഭാര്യയോട് ദേഷ്യം. എന്തുണ്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാ നമ്മളറിയില്ല ഈ ശബ്ദം ആണോ? അല്ല, H ആണോ? ഉറങ്ങുമ്പോ കൂർക്കം. ക്വസ്റ്റ്യൻ പറയണ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. കൂർക്കമലി. നിനക്കല്ലോ മനസ്സിലായോ? എന്ത് ഭംഗിയുള്ള പൂച്ച. കാണിക്കും, മുഖം കാണിക്കും. ഇതന്നെ പണിയില്ലേ? കടൽക്ഷോഭം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാത്ര മീൻ കിട്ടാനൊക്കെ ആയിട്ടേ. അപ്പം കുറച്ച് ദിവസമായി വലിയച്ഛന് മീൻ കിട്ടിയിട്ട്. ഇന്നാണ് ഇപ്പോൾ കിട്ടിയേക്കണത് കേട്ടോ. അതിൻ്റെ ഒരു സമാധാനത്തിലാണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെയെന്ന് പറയായിരുന്നേ. പിന്നെയെന്ന് പറഞ്ഞാൽ വലിയച്ഛൻ കടപ്പുറത്തുനിന്ന് നേരിട്ട് പോയി മീൻ എടുക്കാതുള്ളൂ. നല്ല ഫ്രഷ് മീനായിരിക്കും കൊണ്ടുവന്ന പാടെ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ പാത്രം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം പേരിനൊന്നും ഞാൻ എടുത്തില്ല, എന്നാലും എടുത്തു. അച്ഛൻ്റെ വലിയച്ഛൻ്റെ ഒക്കെ പണ്ട് തൊട്ടേ ഉള്ള ചേട്ടനാണ് കേട്ടോ. ഞങ്ങൾ വേറെ ഈ ചേട്ടനെ വിളിക്കുക. പണ്ട് ഈ ചേട്ടൻ ആ പേര് വിളിച്ചിട്ട് എന്നെ വണ്ടി എടുത്തിട്ട് വീടിൻ്റെ ചുറ്റും ഓടിപ്പിച്ച് തല്ലിയിട്ടൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോയിൽ വെറുതെ ഇൻട്രോ പോലെ പറയുകയും ചെയ്തു, ഇന്ന പേര് ഞാൻ പറയുകയും ചെയ്യും കേട്ടോ. അത് അപ്പോൾ ആ ചേട്ടൻ ഇപ്രാവശ്യം ചിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ചേട്ടൻ തല്ലി ഓടിപ്പിക്കുന്നു. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഞാൻ ആ പേര് പറഞ്ഞത് കേട്ടോ. ഇതുണ്ടല്ലോ തൊട്ടപ്പുറത്തെ വീട്ടിലെ പൂച്ചകൾക്ക് അത്ര ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഞാനൊരു കിലോ മീൻ മേടിച്ചു കേട്ടോ, ചെമ്പല്ലി. അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ വീട്ടിലേക്ക് പോരുകയാണ്. കാരണം അമ്മേനെ അവിടെ നിന്ന് അടക്കിയിട്ടുണ്ട്. അമ്മ രാവിലെ അഡ്മിറ്റ് ആയതാട്ടോ. ഇതിപ്പോൾ DNC കഴിഞ്ഞിട്ടേ ആ സാമ്പിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഒരാഴ്ച പിടിക്കും കേട്ടോ. പത്തോളജി ലാബിലാണല്ലോ ചെക്ക് ചെയ്യുക. ക്യാൻസർ പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യണതാ. ദൈവം സഹായിച്ചൊന്നും ഇല്ലാണ്ടിരിക്കണേ, ഞാൻ പ്രാർത്ഥിക്കണം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാവുമ്പോൾ എല്ലാവർക്കും ഒരു സമാധാനമാണ്. ഇതേ പ്രായമാകുമ്പോൾ ഈ പീരീഡ്സൊക്കെ നിൽക്കില്ലേ, അത് പീരീഡ്സ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ചുമ്മി പൂത്ര. അതുവരെയുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ചിലവർക്ക് അത് കീറിക്കളയാണ്ട് ഒരു രക്ഷയുണ്ടാവില്ല, ചിലവർക്ക് അത് മരുന്നുകൊണ്ട് പോവും. അങ്ങനെ പലതരം ഫൈബ്രോയിഡുകളാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല, മരുന്നുകൊണ്ട് പോവോ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയാൽ മതി അവിടെ നിന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കണം. എനിക്ക് ആദ്യം ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടെന്നേ.
അമ്മയ്ക്ക് എന്താ പറയുക ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയുക, പിന്നെ ബ്ലീഡിങ്, പിന്നെ എന്താ ക്ഷീണം, മൊത്തത്തിൽ നമ്മളൊരു പ്രഗ്നൻ്റ് ആയി എങ്ങനെയാണ് അങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർക്കും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഡെലിവറി കഴിയണ പോലെ തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാലും റെസ്റ്റ് എടുക്കണതൊക്കെ വലിയച്ഛൻ അതിൻ്റെ കൂട്ടത്തിൽ വേറെ മീനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നതാട്ടോ ഞാൻ കാണിച്ചത്. നല്ല ഫ്രഷ് മീൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതാ ചെകളി മീൻ ഇങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് വെറുതെ ഇങ്ങനെ കാണിച്ചതാണ്. ഇതിനും കൂടുതൽ എനിക്ക് ചെക്ക് ചെയ്യുക, എനിക്ക് വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല. ഇവിടെയൊക്കെ മീൻ മേടിച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ മീനാട്ടോ കിട്ടുക നമ്മുടെ ചെറുത്തുരുത്തിയിൽ. ഭയങ്കര റയറായിട്ടാവും നല്ലത് കിട്ടുക എന്ന് പറയാൻ. പിന്നെ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ, മീൻ നേരെയാക്കി കഴിയുമ്പോഴേക്കും ആൻറ്റി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആൻറ്റി പോവായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോവായി. ഇനി റിസൾട്ടൊക്കെ വന്നിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആൻറ്റി പോണത്. എല്ലാവരും എന്നെ പറയാനുള്ളത് ഈ ആൻറ്റിയുടെ മുഖച്ചായ ഉണ്ടെന്നാണ് കേട്ടോ. ശരിക്കും ഈ ആൻറ്റിയുടെ കൂടെ നടക്കുമ്പോഴേ ചെറുപ്പത്തിൽ ആൻറ്റിയുടെ മോളുണ്ട് ശില്പ, അവള് നമ്മുടെ വീട്ടിൽ നിൽക്കാനൊക്കെ വരാറുണ്ട് ചെറുപ്പത്തിൽ കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി നിൽക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റിയുടെ കൂടെ ഞാൻ നടക്കുമ്പോൾ ആൻറ്റിയുടെ മോള് ഞാനാന്ന് വിചാരിക്കും. എൻ്റെ അമ്മയുടെ കൂടെ ശില്പ നടക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മോള് ശില്പയാണെന്നാണ് കുറേ പേരുടെ വിചാരം. അങ്ങനെയൊക്കെ കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയെന്ന് പറയാം. ഇപ്പം ശരിക്കും ആൻറ്റിമാരുടെ മുഖച്ചായയായിട്ടാണ് വരുന്നത്. താഴെയുള്ള ആൻറ്റിയുടെയും ഒക്കെ എവിടേക്ക് ഓരോ ശൈലികൾ എനിക്കുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ ഇവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും മിഠായി മേടിച്ചോളോന്ന്. അപ്പോൾ ചേട്ടൻ മേടിച്ചിട്ട് വന്നാൽ മിൽക്കി ബാറിൻ്റെ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ അങ്ങനെ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറും മീൻ കറിയൊക്കെ. അപ്പോൾ മീൻ കറിയൊക്കെ വെച്ച അമ്മ തന്നെയാണ് കേട്ടോ. ഞാൻ കറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലാർക്കും ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ കറി വയ്ക്കലൊക്കെ കണക്കാണ്. അച്ഛനാണെങ്കിൽ നല്ല എരിവ് വേണം താനും. അപ്പോൾ അമ്മനെ കറി വെച്ചു, അമ്മനെ വറുത്തു. ഞാൻ നേരെയാക്കി എല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് ഞാനാ. അത് പണ്ട് എൻ്റെ പണി തന്നെയാണ് കേട്ടോ മീൻ നേരെയാക്കൽ. പണ്ട് സ്കൂളല്ല ഒരു +2 സമയത്തൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് മീൻ നേരെയാക്കി കൊടുക്കുക. അമ്മയ്ക്ക് മടിയാ. പിന്നെ ഞാൻ അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാ പണി അമ്മയാട്ടോ ചെയ്യാറ്. പിന്നെ കുറച്ച് കൊള്ളിപ്പേരി ഇരിക്കുന്നതാണെന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകേണ്ട തിരക്കിൽ കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ മീൻ കറിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും കൂടി കിടന്നു. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റെടുത്ത് അങ്ങനെ മുറ്റത്തെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കുക. മയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം മഴയൊക്കെ കാരണം വണ്ടി ഇങ്ങോട്ട് കയറ്റി വെച്ചോളാം അച്ഛനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ കയറ്റി വെച്ചേക്കുക. പിന്നെ അച്ഛനോട് പറയണ്ടായിരുന്നു ഓട്ടോയിൽ നീരവൊന്നും പേര് എഴുതട്ടേന്ന്. അപ്പോൾ അച്ചാച്ചൻ്റെ ഓട്ടോയിൽ അച്ചാച്ചൻ്റെ പേരല്ലേ എഴുതണ്ട, എൻ്റെ പേരാണ് എഴുതാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണ് ഈ ഗണപതി ഹോമമാണ്. നമ്മുടെ വേട്ടേക്കാരൻ അമ്പലം എന്ന് പറയും. തൊട്ടടുത്തുള്ള അമ്പലം, അവിടെ ഗണപതി ഹോമം. അപ്പം എന്നോടും ഞാനോടൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ടാണെന്ന് വെച്ചാൽ. പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടാണ് വന്ന്. അതിപ്പോൾ 3-4 കാര്യങ്ങൾക്ക് എടുത്തിടലും കഴിഞ്ഞു. ഈ മുഷിഞ്ഞ ഡ്രസ്സ് എടുത്തിട്ട് അമ്പലത്തിൽ പോലും മോശമല്ലേ. അപ്പം ഞാൻ പോണില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ രാവിലെ എണീറ്റ് പോവാണ് കേട്ടോ. എനിക്കങ്ങനെ മുഷിഞ്ഞിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ട് അമ്പലത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു മനസ്സമാധാനക്കേടാ. ശരിക്കും അങ്ങനെ ഇടാനൊന്നും പാടില്ല. നല്ല ഡ്രസ്സോടെ വൃത്തിയിൽ ശുദ്ധത്തോടെ വേണമല്ലോ പോവാൻ. അങ്ങനെ അവർ പോയി. നീരവനും അച്ചാച്ചൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവനും പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വന്നിരിക്കുക. എൻ്റെ മുഖത്ത് നിറച്ച് കുരു വന്നിട്ടുണ്ട്. ഞാൻ നല്ല ഫേസ് വാഷ് കൊണ്ട് മുഖം കഴുകി. അപ്പോൾ 2 കുരു പുതിയത് പൊന്തിയിണെങ്കിൽ ഒന്നും പറ്റില്ല കേട്ടോ. ഫേസ് വാഷ് പറ്റില്ല, സോപ്പ് മാറി കഴിഞ്ഞാൽ അത് പറ്റില്ല. ഭയങ്കര പ്രശ്നമാണ്. എന്താ പറയുക, സെൻസിറ്റീവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്കിന്നിൻ്റെ. കുറച്ച് ആൾ സ്ഥിരമായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് തന്നു. അത് ഡാസ്ലറിൻ്റെ ഒരിക്കലും യൂസ് ചെയ്യേണ്ട കേട്ടോ, വില കുറവാന്ന് വിചാരിച്ചിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ ചുണ്ടൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഒരു കളറ് ചേഞ്ചായി വന്നിരുന്നു. ഇപ്പോൾ മാറി തുടങ്ങി. കാരണം ഞാൻ ഇപ്പോൾ ലിപ് ബാം മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. മറ്റത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ചുണ്ടിൻ്റെ കളറൊക്കെ മാറിയിരുന്നു. ഞാൻ വേറെ ഒരെണ്ണം നല്ല വിലയുടെ മേടിച്ചിട്ടുണ്ട്. അത് മാത്രം ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യലുള്ളൂ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചാച്ചനും മോനൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പ്രസാദമൊക്കെ കൊണ്ടാണ് വന്നേ. അവർ വരുന്ന സമയത്ത് ഞാൻ കുളിക്കുകയായിരുന്നു. ഇവർ വരുമ്പോൾ പ്രസാദം കൊണ്ടുവരുന്ന അറിയാപ്പള്ളിയും കുളിച്ചിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി പ്രസാദമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗോതമ്പ് ദോശയും ഇന്നലത്തെ മീൻ കറിയും കൂട്ടി ഞാൻ കഴിച്ചു. ചേട്ടൻ പരിപ്പ് കൂട്ടാനും കൂട്ടി കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ചാച്ചനും മോനും കൂടി അവിടെ ഇരുന്ന് കളിക്കുക. ഇവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക. അച്ഛനും നീരവും ഭയങ്കരമായിട്ട് സെറ്റാണ്. അവർക്ക് അവരെന്നെ പറ്റുള്ളൂ കേട്ടോ. നല്ല കോമഡിക്ക് അച്ഛൻ നിൽക്കും ചെയ്യും. അവനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഋതിക് റോഷൻ അലിയ ഭട്ടൊക്കെ ഉള്ള ഒരു സിനിമയില്ലേ, ഫൈറ്റിൻ്റെ പേര് ഞാൻ മറന്നു, അതാണ് കേട്ടോ വെച്ചോണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇതിലത്തെ കുറച്ച് ഷോർട്സൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് കണ്ടപ്പോൾ തൊട്ട് വിചാരിക്കുകയാണ് ആൽഫയാണോ, അതാ തോന്നുന്നു സിനിമയുടെ പേര്.
അപ്പോൾ കാണണം എന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര നടുവേന എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ഇതുണ്ട്, ചേട്ടൻ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു തൈലം പോലത്തെ ഒരു സാധനം, അത് വെച്ചിട്ട് നല്ല രീതിക്ക് മാമനും മോനും കൂടി അവിടെ ഇരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഇല്ലേ, അതെടുത്ത് കഴിക്കാൻ ബോർബോൺ. നീരോ അച്ചാച്ചനോട് വിളിച്ച് ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ചാച്ചൻ വരുമ്പോൾ ബോർബോൺ ബിസ്ക്കറ്റ് മേടിച്ച് കൊണ്ടിരില്ലേന്ന്. അങ്ങനെ മേടിച്ചോണ്ടെന്നാ കേട്ടോ. ഞാൻ അമ്മായിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഷീബമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ അമ്മായി എന്നോട് പറഞ്ഞു പൂച്ചേനെ വേണമെങ്കിൽ കൊണ്ടൊക്കോന്ന്. അപ്പോൾ ഈ ഒരു പൂച്ചയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് പെണ്ണാണ്, ഭയങ്കര സ്നേഹയിന്, പിന്നെ നല്ല തൊപ്പ പൂച്ചയാണ്. അപ്പോൾ എന്നോട് കൊണ്ടൊക്കോന്ന് പറയുമ്പോൾ ഞാൻ സനേഷാനെ വീഡിയോ കൊടുത്തതുണ്ടായിരുന്നു കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേരെന്താ, ഡിപ്പുവോ അങ്ങനെ എന്താണ് കേട്ടോ പേര്. സനേഷാന് ഇഷ്ടപ്പെട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ചിക്കൻ കറിയും കുറച്ച് പച്ചരിക്കുണ്ടായിരുന്നൊക്കെ കൂടിയിട്ട് അമ്മ റെഡിയാക്കി തന്നു. അതൊന്നും വീഡിയോ ഒന്നും കൊടുത്തില്ല കേട്ടോ. ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ പെട്രോളൊക്കെ അടിച്ച് ട്രെൻസിലേക്ക് വന്നു, വടക്കാഞ്ചേരിയിലുള്ള ട്രെൻസിൽ. അപ്പോൾ ഈ ഹൂസിനെ ഓണക്കോടി എടുക്കണ്ടേന്ന് വിചാരിച്ച് അച്ഛനും ചേട്ടനും സനേഷാനും ഒക്കെ ഉള്ളത് എടുത്തു. ഇനി ഞങ്ങൾ കുറച്ച് പേർക്കുള്ളതും കൂടി എടുക്കണം. ഈ ഹൂസിന്, എനിക്ക്, നീരവന്, എൻ്റെ അമ്മയ്ക്ക് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു കോട്ട് സെറ്റ് പോലത്തെ സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറ്റബോധം തോന്നുന്നു, ഞാൻ അവിടെ നിന്ന് മേടിച്ചില്ല. അന്ന് കാണിച്ച ഒരു നൈറ്റിയുടെ ഷോപ്പില്ലേ, അവിടെ കയറിയിട്ട് അമ്മയ്ക്ക് ഇത് ലാസ്റ്റ് കാണിച്ച ഒരു നൈറ്റിയും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.